കശുവണ്ടിയുടെ നാടല്ലേ? ഇവിടേക്ക് എത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ സ്വീകരിക്കാൻ കൊല്ലത്തുകാർക്ക് ഏറ്റവും നല്ല മാർഗം ഇതുതന്നെ. മുപ്പതടി വിസ്തീർണമുള്ള രൂപം തയ്യാറാക്കാൻ വിവിധ വലിപ്പത്തിലുള്ള കശുവണ്ടി പരിപ്പ് ശേഖരിച്ചു. അവയ്ക്ക് നിറങ്ങൾ നൽകി. ഡാവിഞ്ചി സുരേഷിന്റെ കരവിരുത് കൂടിയായപ്പോൾ സംഗതി കളറായി. കശുവണ്ടി മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആശയത്തിന് പിന്നിൽ. കശുവണ്ടി വികസന കോർപ്പറേഷൻ, ക്യാപെക്സ്, കാഷ്യൂ ബോർഡ് തുടങ്ങിയവയ്ക്കായിരുന്നു സംഘാടനം. എം മുകേഷ് MLA, കശുവണ്ടി വികസന കോർപ്പറേഷൻ S ജയമോഹൻ തുടങ്ങിയവർ ബീച്ചിൽ നടന്ന പരിപാടിക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. AK സ്റ്റെഫിനുണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് സ്റ്റെഫിൻ. സ്റ്റെഫിൻ, കശുവണ്ടി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കുമല്ലോ. കശുവണ്ടി ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല. പക്ഷേ ഇത്തരത്തിലൊരു ചിത്രം കാണുമ്പോൾ നമ്മൾ കശുവണ്ടി കഴിക്കുന്നതിനെക്കുറിച്ച് മറന്ന് ആ ചിത്രത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും അത് ചെയ്ത ചിത്രകാരൻ്റെ കഴിവിനെക്കുറിച്ചും നമ്മൾ ആലോചിച്ച് പോകും അല്ലേ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പും ഡാവിഞ്ചി സുരേഷ് ഇത്തരത്തിലുള്ള വേറിട്ട ശില്പങ്ങളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും ഒക്കെ വരച്ചും ഉണ്ടാക്കിയുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പുതുമയുള്ള ഒരു ഇതായിരുന്നു, ഒരു ചിത്രമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അദ്ദേഹം ഇവിടെ നിർമ്മിച്ചത്. ഏറ്റവും പ്രധാനമായും കശുവണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തേക്ക് മന്ത്രിമാരൊക്കെ എത്തുമ്പോൾ കൊല്ലം കശുവണ്ടിയുടെ നാടാണ്. അതോടൊപ്പം നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇത്തരത്തിൽ വേറിട്ട രീതിയിൽ ഒരു നവകേരള സദസ്സിനെ സ്വീകരിക്കാൻ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ്റെയും അതോടൊപ്പം തന്നെ ഈ മുകേഷ് MLAയുടെയും ഒക്കെ ഒരു തീരുമാനം. അതിൻ്റെയൊക്കെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സമ്മാനം നൽകിയത്. പ്രത്യേകിച്ചും 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ശില്പം അല്ലെങ്കിൽ ആ ഒരു ചിത്രം നിർമ്മിച്ചത്. അത് ബീച്ചിൽ നടന്ന പരിപാടിക്ക് വലിയ ജനപിന്തുണയും ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ തെളിഞ്ഞത്. വിവിധ സ്ഥലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ ഇത്തരത്തിൽ സമ്മാനങ്ങളൊക്കെ നൽകാറുണ്ട്. പത്തനാപുരത്തൊക്കെ ഇന്നലെ സമ്മാനം ലഭിച്ചിരുന്നു. പേനയും പുസ്തകവും ഒക്കെ ആയിരുന്നു സമ്മാനം ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നടന്ന ഈ ഒരു സമ്മാനം എന്ന് തന്നെ പറയാം. അത് ഏറെ കൗതുകം ഉണ്ടാക്കുന്നതായിരുന്നു.